പെരുന്നാളാണല്ലോ അല്ലേ. അപ്പൊ എല്ലാരെ പോലെ തന്നെ ഞങ്ങളെ വീട്ടിലും ഇതാ നമ്മള് രാവിലെ തന്നെ കുക്കിങ്ങോട് കൂടിയിട്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പൈനാപ്പിൾ പച്ചടിയും ഇവിടെ ഇതാ കാബേജ് തോരനും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടിയിട്ട് ഇന്ന് ചെറിയൊരു ഓണ സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ ഓണ പരിപാടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രോഗ്രാം പോട്ടിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഡിഷാണ്. അപ്പൊ നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടിയും അതുപോലെ കാബേജ് തോരനുമാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കൊക്കെ ഡ്രസ് ചെയ്തിട്ട് കാണാം. അപ്പൊ ദാ ഞങ്ങളെല്ലാരും റെഡി ആയി വന്നിട്ടോ. ഇനി നമുക്ക് പരിപാടിക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങള് വഴിയെ കാണാം. എത്തി പിന്നെ ആദ്യം നമ്മളെല്ലാരും കൂടെ പൂക്കളിടാൻ തുടങ്ങിട്ടോ. അപ്പൊ കാര്യമായിട്ട് പറഞ്ഞാല് ബോയ്സ് ഇവരുടെ ഗ്രൂപ്പ് തന്നെയാണ് പൂക്കളൊക്കെ ഇട്ടത്. നമ്മൾ ആ സമയത്ത് അപ്പുറത്ത് ഇരുന്ന് ഡാൻസും അതുപോലെ ഗ്രൂപ്പ് ഫോട്ടോ സിംഗിൾ ഫോട്ടോ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരെ പൂക്കള റെഡി ആയിട്ടോ. നല്ല അടിപൊളി പൂക്കളായിരുന്നേ. പിന്നെ നമ്മളിതാ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എടുത്തതെന്ന് തോന്നിക്കണ്ടേ. അങ്ങനെ അതുപോലെ അത് നമ്മൾ ഫ്രണ്ട്സായിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് സിംഗിള് ഫാമിലി ലേഡീസ് പിന്നെ അവിടെ കൂടി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് പിന്നെ നമ്മൾ നേരെ അകത്ത് പോയി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടോ. അങ്ങനെ സദ്യക്കഥ ഓരോന്നോരോന്ന് വിളമ്പി പിന്നെ നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു. വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പോട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള സദ്യ തന്നെ ആയിരുന്നു കേട്ടോ. കുട്ടിപ്പട്ടാളൊക്കെ അതാ ഒരു സൈഡിലിരുന്ന് അവർക്ക് പറ്റും വിധം കഴിക്കുന്നുണ്ട്. സദ്യ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ചോറും സാമ്പാറും പരിപ്പും എല്ലാം കൂടെ ഇതിലെല്ലാ കൂട്ടാനും അവിയലും തോരനും കാളനും ഓലനും എല്ലാം വെച്ച് മിക്സ് ചെയ്ത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ അതൊരു അടിപൊളിയാണ് അല്ലേ. ഭയങ്കര ഫീലിംഗ് ആണ്. അങ്ങനെ നല്ല അടിപൊളി സദ്യ തന്നെ ഞങ്ങൾ കഴിച്ചു. അതിന് ശേഷം ആ ഇലയിൽ തന്നെ പായസവും അതുപോലെ പപ്പടും പഴമൊക്കെ നല്ല ഉടച്ചെടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് മാത്രമല്ല നമുക്ക് വൈറ്റ് പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസം. അങ്ങനെ ഫുഡ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയത് ഗെയിമിലോട്ടാട്ടോ. അങ്ങനെ പിന്നെ ഇതാ സാധാരണ പോലെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഗ്രൂപ്പൊക്കെ തിരിച്ചിട്ടും അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല ടൈപ്പുള്ള ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ സുന്ദരിനെ കാണണ്ടേ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് ഞങ്ങളെ ഇത്തവണത്തെ സുന്ദരി ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും സുന്ദരിക്കൊക്കെ പൊട്ടുതൊട്ട് നികില്ലത് പോരാ. അത് കാക്കോട് നിലത്തിരുന്നു കിടന്നു. അത് എങ്ങനെയാണ് കിടക്കോ ഇരിക്കോ എന്താ ചെയ്യാം. നാല് പൊന്നുമായി രാശി എങ്ങനെയുണ്ട്? മത്സരം കഴിഞ്ഞിരിക്കണേ ക്ഷീണിച്ച പോലെ. അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് എല്ലാരും കൂടെ ഒരുപാട് സമയം ഒന്നിച്ച് ചെലവഴിച്ചിട്ടോ. അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു ഇത്തവണ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.